ഹായ് ഫ്രണ്ട്സ്. അപ്പം എമ്പുരാനിൽ മമ്മൂട്ടി ഉണ്ടോ, എമ്പുരാനിൽ കമലഹാസൻ ഉണ്ടോ, എമ്പുരാനിൽ രജനീകാന്ത് ഉണ്ടോ എന്നുള്ള അഭ്യൂഹങ്ങൾക്കെല്ലാം ഒരു ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്ത് മല്ലിക സുകുമാരൻ, അതായത് പൃഥ്വിരാജിൻ്റെ അമ്മ, അതിനകത്തിരുന്ന് പറയുന്നുണ്ട്, എൻ്റെ മകന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വച്ച് ഒരു സിനിമ നിർമ്മിച്ചു അല്ലെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ, ഒരു ട്രോള് വെളി വന്നിട്ടുണ്ട്. അതായത് ഒരു ഇൻ്റർവ്യൂവിൽ മല്ലിക സുകുമാരൻ പറഞ്ഞാണ് ഇന്നലെ. അപ്പോൾ അത് പൊക്കി പിടിച്ചും കൊണ്ട് എല്ലാ മമ്മൂട്ടി ഫാൻസുകാരും അല്ലെങ്കിൽ സിനിമാ പ്രേമികളും എല്ലാവരും എമ്പുരാൻ്റെ കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരും എമ്പുരാനിൽ മമ്മൂട്ടിയുണ്ടേ എന്നുള്ള സന്തോഷത്തിലിരിക്കുകയാണ്. എന്നാൽ ആ ഇൻ്റർവ്യൂ ഞാൻ മൊത്തം കണ്ടതാണ്. അതിനകത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മമ്മൂട്ടിക്ക് പറ്റുന്നൊരു ക്യാരക്ടർ വരുമ്പോൾ മമ്മൂട്ടി വെച്ച് സംവിധാനം ചെയ്യണം, വരട്ടെ അമ്മേ എന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ പറഞ്ഞത്, ഒരമ്മ എന്ന നിലയിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് സംവിധാനം ചെയ്തിട്ടുള്ളൊരു അമ്മയാണെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കുള്ളൊരിത് എന്നാണ് അവർ പറഞ്ഞത്. അല്ല, അത് അതിനകത്ത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരുമിച്ച് വെച്ച് എമ്പുരാനിൽ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സംവിധാനം ചെയ്യുമെന്ന് ഉള്ള ഉറപ്പിലാണ് അവർ പറയുന്നത്. അങ്ങനെ ചെയ്യുമെങ്കിൽ അത് ഒരമ്മ എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ അവർ പറഞ്ഞ് പ്രത്യേകിച്ച് അവരെടുത്ത് പറഞ്ഞ് എമ്പുരാൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചു ആരാണ് ആ ഷർട്ടിന് പറയിൽ, ആരാണ് ആ നടൻ, വേറെ നടന്മാരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർ കുത്തി ചോദിച്ചിട്ട് ഒരു ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ലെന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വാലറ്റം കഷ്ണമൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ ട്രോളുകളെല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ട്രോളുകളിലൊന്നും വിശ്വസിക്കണ്ട. ഇതിനകത്ത് മമ്മൂട്ടി ചിലപ്പം കാണൂല, അതൊന്നും. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ അവരത് പറഞ്ഞിട്ടില്ല. ആ ഇൻ്റർവ്യൂ നിങ്ങൾ മൊത്തത്തിൽ കേട്ടേ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ആ ഇൻ്റർവ്യൂ പൊക്കി പിടിച്ചുകൊണ്ട് എമ്പുരാനിൽ മമ്മൂട്ടി ഉണ്ടെന്നുള്ളൊരു ആകാംക്ഷയും നിങ്ങൾ സിനിമ കാണാൻ പോകരുത്. പിന്നെ നിങ്ങൾക്ക് ആ സിനിമ നിരാശയായിട്ട് മാറും. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പിന്നെ അതിനകത്ത് ആ ഒരു ക്യാരക്ടർ വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ഡൗൺ ആവും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. സിനിമയ്ക്ക് അത് ഉണ്ടെങ്കിൽ ഒരു ബോണസ്, ഇല്ലെങ്കിൽ വേണ്ടെന്നുള്ള രീതിയിലാണ് പോയി കാണാൻ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഈ ചാനലിൽ തന്നെയാണ്, മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടി, തമിഴിലെ സൂപ്പർ സ്റ്റാറായ കമലഹാസൻ, രജനീകാന്ത്, ഈ 3 പേരിൽ ഒരാൾ എമ്പുരാനിലുണ്ട്. അത് ഉറപ്പാണ്. ഈ 3 പേരിനകത്ത്, അതായത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ തമിഴിലെ സൂപ്പർ സ്റ്റാറുകളിൽ 2 പേരിൽ ഒരാൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷ തന്നെ പൊയ്ക്കോ, അതിനകത്ത് ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് 100% ഉറപ്പാണ്. പിന്നെ അത് ഉറപ്പിക്കേണ്ട മമ്മൂട്ടിയാണോ, കമലഹാസനാണോ, രജനീകാന്താണോ എന്നൊന്നും ഉറപ്പിക്കേണ്ട. നിങ്ങൾ ഇതിലാരെങ്കിലും ഒരാൾ ഈ സിനിമയ്ക്കകത്ത് കാണും. അപ്പം വേറെ അമിത പ്രതീക്ഷകളോടെ ഒന്നും പോകണ്ട. ഇവർ 3 പേരും ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ പോകണ്ട. മനസ്സിൽ വെച്ചിരുന്നാൽ മതി, ഇതിലാരെങ്കിലും ഒരാൾ കാണും. അത്രയും ടോപ്പ് സീക്രട്ടായിട്ടാണ് ഒരു വെളി രാജ്യങ്ങളിൽ പോയാണ് ചിത്രീകരിച്ചത്. അവിടെയൊന്നും ഇതിൻ്റെ ക്രൂവിനെ പോലും വലുതായിട്ട് ക്രൂവിനെ പോലും കൊണ്ടുപോയില്ല. എനിക്ക് തോന്നുന്നത് അത് അതിൻ്റെ ടൈലൻഡ് ചിത്രീകരിക്കാൻ വേണ്ടിയായിരിക്കും അവർ ഇത്രയും സസ്പെൻസായിട്ട് ക്യാമറാമാനും സിനിമാറ്റോഗ്രാഫറും സംവിധായകനും അടങ്ങുന്നൊരു ചെറിയ ക്രൂ ആണ് ആ ഒരു ചിത്രീകരണത്തിന് വേണ്ടി പോയത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് രജനീകാന്ത് ആവാനുള്ള സാധ്യതയുണ്ട്, കമലഹാസൻ ആവാനുള്ള സാധ്യതയുണ്ട്, മമ്മൂട്ടി ആവാനുള്ള സാധ്യതയുണ്ട്. ഈ 3 പേരിൽ ഒരാളാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ മല്ലിക സുകുമാരൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് മല്ലിക സുകുമാരൻ ഇത് പറഞ്ഞു, അതുകൊണ്ട് അതിനകത്ത് മമ്മൂട്ടി ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ പോകണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ആ ഇൻ്റർവ്യൂ ഒന്നുകൂടെ എടുത്ത് കേട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് മല്ലിക സുകുമാരൻ ഒന്നും പറഞ്ഞിട്ടില്ല, മമ്മൂട്ടി അതിനകത്ത് ഒന്നും തോന്നുന്നു. അതുകൊണ്ട് മല്ലിക സുകുമാരൻ്റെ വാക്ക് കേട്ടുകൊണ്ട് മമ്മൂട്ടി ഉണ്ട് 100% വിശ്വസിച്ചുകൊണ്ട് പോകണ്ട. ഞാൻ പറഞ്ഞത് മമ്മൂട്ടി, കമലഹാസൻ, രജനീകാന്ത് എന്നുള്ള ഈ 3 പേരിൽ ഒരാൾ ആ സിനിമയ്ക്ക് അത് കാണും. അത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഈ സൂപ്പർ സ്റ്റാറുകളിൽ ആരാണ് എമ്പുരാനിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ആര് വന്നാലായിരിക്കും ഈ സിനിമയുടെ ലെവൽ മാറുന്നത്? രജനീകാന്ത് ആണോ? അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.